അങ്ങനെ ജീവിതത്തിൽ ചെയ്യാത്ത എന്തെന്ന് ചോദിച്ചാ ഒന്നുമില്ല. കൊലപാതകം ഒഴിച്ച് വേറെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് വേണ്ടിയായിരുന്നില്ല. ഏത് തെറ്റ് ചെയ്യുമ്പോഴും നമ്മളൊരു ന്യായം കാണും അല്ലേ? അമ്മയ്ക്ക് വേണ്ടി, അനുജന് വേണ്ടി, അനുജത്തിക്ക് വേണ്ടി ഈ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അവരനുഭവിക്കോ? അത് ചെയ്യണവര് തന്നെ അനുഭവിക്കണം. എന്ന് വെച്ചാ ആരനുഭവിക്കണ്ടേ? ഞാൻ അനുഭവിക്കണം. കൂടെ ഞാനും. നമുക്കുണ്ടാകുന്ന കുട്ടികൾ അനുഭവിക്കണം അല്ലേ? വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഈ കൊമ്പനെ എനിക്ക് വേണം. ഈ കൊമ്പ് മുറിച്ചിട്ട് ഇത് താഴ്ത്തി വെക്കണേ. എത്ര ഭാഷയെ പറയണു? അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോരോ ജന്മത്തിൽ ഓരോരുത്തരെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അവരെന്തെങ്കിലും കണ്ടുമുട്ടും. അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെങ്ങാണ്ട് ജനിച്ച് ഇമ്പോഴാണ് പത്രിപ്പാലക്കാരൻ ചന്ദ്രഹാസന്റെ ചങ്കില് ഇങ്ങനെ വന്നിറക്കിയോ? ചന്ദ്രനെ ഞാൻ ജീവിക്കാൻ പോകുന്നു. നമുക്കിനി ആരും വേണ്ട. എനിക്ക് നീയും, നിനക്ക് ഞാനും. അയ്യോ, നായിന്റെ മോനെ, സത്യം കണ്ടിട്ടില്ല. നിന്നെ ഞാനൊന്നും കണ്ടിട്ടില്ലെന്നേ. ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്ന വീടാ. ഇവിടെ കയറി വരുന്ന ചില മര്യാദ വേണം. ഓ, ഇതുപോലെ ഞാൻ മുമ്പ് കാണാത്ത. സത്യമായിട്ടില്ല ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞതാ. ചന്ദ്രേട്ടൻ ഒരു പെണ്ണിന്റെ മുഖത്തോളം നോക്കിയിട്ടില്ല അല്ലേ? നോക്കിയിട്ടുണ്ട്. ഒരു പെണ്ണല്ല, ഒരുപാട് പെണ്ണുങ്ങളെ. പക്ഷെ ഇനി അതുണ്ടാവില്ല. ഞാൻ സമ്മതിക്കില്ല. വിജയ, 24,800. അന്നോ എന്താണ് എനിക്കിട്ടാണെന്ന് തോന്നുന്നൊരു താങ് ഇവിടെ നടക്കുന്നുണ്ടല്ലോ. നീ ആകെ അങ്ങോട്ട് കുതിർന്നിട്ടുണ്ടല്ലോടാ. വണ്ടി ലോഡ് കയറ്റി കിടക്ക. നീ പോണില്ലേ? ശരിക്കും പറഞ്ഞാ പോവാൻ തോന്നണില്ല. ഞാൻ ഇനി ആപ്പീസ് കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ അങ്ങ് കൂടിയാലോ. ഇതാണ് ഉണ്ട കാണാത്തവൻ ഉണ്ട കണ്ടപ്പ കണ്ട ഉണ്ട വൈകുണ്ട. ഇത് വെറും കണ്ട ഉണ്ടല്ലടാ, കാണാത്തൊരുണ്ട. എന്താ സ്വർണം കൊണ്ടുണ്ടാക്കിയതാ? അത് ഇവന് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ വിജയ? എടാ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോഴേ ഇതുവരെ കണ്ട ഉണ്ടെന്നും അല്ല ആ ഉണ്ട എന്ന് മനസ്സിലാവുക. ഓ, ഇവൻ ഇങ്ങനെ വൈകിപ്പോന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. കുറച്ച് ദിവസം കൊണ്ട് അവൻ ഏതാണ്ട് ആനക്കൊക്കെ ചങ്ങലയിട്ടതുപോലായി. ശരിയായിരിക്കാം. പക്ഷെ അതൊരു സ്നേഹത്തിന്റെ ചങ്ങലയാ. അനുഭവിക്കുമ്പോഴേ അതിന്റെ സുഖം അറിയും. അതെ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. വാ പോവാം. നീ സൂയിക്ക്. എടാ, അവനെ സൂക്ഷിച്ചോളണം. അവൻ ഒളിഞ്ഞു നോക്കും. കുറച്ചു നേരമായി ഞാൻ നിന്റെ അടിയും തോടെയൊക്കെ ഒന്ന് കാണുകയല്ലായിരുന്ന. ചന്ദ്രനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നല്ല പെണ്ണ് വീട്ടിൽ ഇരിക്കുമ്പോ പണിക്ക് പോകാൻ തോന്നുന്നു. ഗിരിയേട്ടൻ ചന്ദ്രേട്ടനുള്ളപ്പോ എനിക്ക് ഇവിടുത്തെ ജോലിയുണ്ട്. നീ അടിച്ചോടി. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നോണ്ട് എന്താ? അതിനിപ്പോ ചന്ദ്രൻ ഒന്നും പറയാൻ പോണില്ല. ഞങ്ങൾ ഒരു മനസ്സുള്ളവരാ. ഒരു പായയിൽ ഉറങ്ങി ഒരു പാത്രത്തിൽ നിന്നവരാ. വഴിമാറ്, എനിക്ക് അങ്ങോട്ട് പോണം. നീ പൊയ്ക്കോടി. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരു മണമുണ്ട് കേട്ടോ എനക്ക്. ഗിരിയൻ ഇവിടെ ഉണ്ടോ? അകത്തുണ്ട്. നിനക്ക് എത്ര ആള് വേണോടി? ചന്ദ്രനെ മാത്രം പോരാ നിനക്ക്? അനാവശ്യം പറയരുത്. എന്റെ പുരുഷനെ അകത്തിന് കേട്ടി വെച്ചിരിക്കുന്നത് എന്താ ആവശ്യത്തിനാണ്? എന്റെ പുരുഷനെ ആരും ക്ഷണിച്ചോണ്ട് വന്നല്ല, അയാൾ വന്നു കയറിയതാ. വന്നു കയറി ഏതാണ് നീ പാൽ വെച്ച് കൊടുക്കോടി? എന്റെ വീട്ടിൽ തോന്നിയാസം പറഞ്ഞ കൊല്ലൊടിച്ച് ഞാൻ തീർപ്പിക്കും. ഒന്നുകൂടി കൊടുക്കാവുള്ള കാരണത്ത് നായിന്റെ മോള് ചവിട്ടനെ താവിനാൻ കലക്കും. ഞാനും ഇതേപോലെ പല ഇടപാടുകളുണ്ടാവും. അതിന് നിരക്കുന്ന രസം. കല്യാണം കളിക്കാണ് പറഞ്ഞു 2 കൊല്ലം കൂടെ നടന്നിട്ട് എന്നെ വഴിയാതാറാക്കി നിങ്ങൾ ഇവളോടെ കൂടെ പോയാൽ നിങ്ങളെ മുന്നിൽ കിടന്ന് ഞാൻ സാവോ? എന്നാ നീ ഇപ്പോഴേ ചത്തോ? ഇവള് ചാവണമൊന്ന് കാണട്ടെ. വാ, തന്നെ ഒരു ചൂലുകൊണ്ട് നീ എന്നെ നിർത്തോ? ഞാൻ അതിന്റെ കാര്യം ആദ്യം അവനോട് പറഞ്ഞത്. നിന്നെ തൊടാനുള്ള ആദ്യം ഞാൻ എനിക്കാടി. ഓ പിന്നെ ലോറിക്കാരോടെ ജീവിച്ചോളാം. വലിയ പാതി പറഞ്ഞ ഞാനൊരു പാവാണ്. എന്നെ ഉപേക്ഷിക്കരുത്. ഓടി. ഇന്നത്തോടെ കഴിഞ്ഞു നീ ഞാനായിട്ടുള്ള ബന്ധം. പങ്കുവെക്കാനാണോ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? പങ്കുവെക്കാൻ? അതെ, എനിക്കറിയണം. ഗിരിയോട് വന്നിരുന്നു. അപ്പൊ മനസ്സിലായി. കാര്യം പറ, എന്താ? അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം എനിക്കറിയണം.
ഉണ്ടായത്? അയാൾ അങ്ങനെ പറഞ്ഞു. അവനെത്തി. നീ ഇതെപ്പ എത്തി? നമ്മുടെ ഗോപാലൻകുട്ടി വന്നിട്ടുണ്ട്, പറവട്ടാനിക്കാരൻ. ഞങ്ങള് ചുമ്മാ ഒന്ന് കൂടി. എന്താടാ എന്റെ പെണ്ണിനെ നിനക്ക് പങ്കു വെക്കണം, അല്ല? നീ പറയണേ. നീ അറിഞ്ഞിട്ടില്ല? നീ ഇങ്ങനെ പറഞ്ഞിട്ടില്ല? അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നീ എന്നെ കൊന്നു. നിന്റെ കയ്യിൽ മരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ നമ്മൾ തമ്മിൽ തെറ്റരുത്. ഇങ്ങനെ പോയി നമ്മൾ തെറ്റേണ്ടി വരും. എന്നെ തെറ്റിദ്ധരിക്കരുത്. നീ എന്റെ കൂടെ പുറപ്പാടാ. നിന്റെ പെണ്ണെന്റെ പെങ്ങളാ. എനിക്കെന്റെ സ്വന്തം പെങ്ങളാടാ. മതി കള്ളക്കരച്ചിൽ. ഇനി മേലെ എന്റെ വീട്ടിൽ വരരുത്. വരില്ല. നീ പറയാണ്ട് നിന്റെ മുറ്റത്ത് ഞാൻ ചവിട്ടില്ല. ഓനെ ഒരു പെണ്ണ് വന്നപ്പോ നിനക്ക് ഞാൻ ചീത്ത. വെറുതെ അവളെ കുറ്റം പറയണ്ട. പിന്നെന്താ പഴയ പോലെ ഒരു കാര്യത്തിന് നീ എന്റെ കൂടെ കൂടാതെ? അതൊരു കുടുംബമാകുമ്പോ നിനക്ക് മനസ്സിലാവും. എടാ ഗോപാലിനോട് ഒരു വാക്ക് വേണ്ടിട്ട് പോടാ. എന്തിന്? അവനിപ്പോ നാഗ്പൂര് വലിയൊരു ക്ലബില. കളിന്ന് വെച്ചാൽ അവിടെയാ ശരിക്കും കളി. വലിയ വലിയ മുതലാളിമാരും രാഷ്ട്രീയക്കാരും ലോറി ഓണർമാരും അങ്ങനെ ബടാ ബടാ കക്ഷികളാ കളിക്കണേ. വണ്ടി, ആന, ഭൂമി, പെണ്ണ്. നുണയാ. അയാൾ പറഞ്ഞൊക്കെ കല്ല് വെച്ച നുണയാ. കൂടെ പറപ്പ് പെങ്ങള്. എനിക്കൊന്നും കേക്കണ്ട. ഇന്ദ്ര, ചന്ദ്രൻ എന്നേക്കാൾ വിശ്വാസമാണ് അയാളെ. 7-8 കൊല്ലം ഒരു അമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞവരാ. എന്തായാലും ഇനി നമുക്ക് ആ ബന്ധം വേണ്ട. അയാൾക്ക് അയാളുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. എന്തേ? നീ എന്തിനാ വന്നത്? എനിക്ക് എന്റെ പെങ്ങളെ കാണണം. ആ കാലിൽ വീണ് മാപ്പി ചോദിക്കണം. വേണ്ട. നീ ആരാന്ന് പറയാൻ? എന്റെ സ്വന്തം പെങ്ങളാ. ഗിരി, പെങ്ങളെ അവിടെ നിൽക്ക്. പെങ്ങളെ ഗിരിയേട്ടനോട് ക്ഷമിക്കുമ്പോളെ സമയവശം കൊണ്ട് സംഭവിച്ച എന്താ ഇത്? വേണ്ട. കാല് പിടിക്കും. മേലെ നിങ്ങൾ ഇവിടെ വരരുത്. ഇല്ല, വരില്ല. ഗിരി, ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നുന്നുണ്ട്. നമുക്ക് പിരിയാടാ. എന്ത് പിരിയാണോ? നീ എന്നെ വിടുവാണോ? എന്റെ ഈശ്വര, കരയാതെ പറയുന്നേക്കണം. നിന്റെ ഒരു ലോറിന്നാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ രണ്ടാളും കൂടെ ചീട്ട് കളിച്ച് ഉണ്ടാക്കിയ കാശിനായി കമ്പനി ഉണ്ടാക്കിയത്. പക്ഷെ ഇനി നമ്മൾ യോജിച്ചു പോകില്ല. പിരിയണമെന്നോ നിന്റെ ആശയ്ക്ക് പിരിയാടാ. നീ ആ കളിച്ച് കാശുണ്ടാക്കിയ. എനിക്ക് കളിക്കാൻ അറിയില്ലല്ലോ. എനിക്ക് എന്റെ ആ പഴയ ലോറി തന്നാ മതി. ബാക്കി എല്ലാം നീ എടുത്തോ. പക്ഷെ എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതിയടാ. സ്നേഹം മാത്രം മതി. കണ്ണു നിറഞ്ഞല്ലോ. ഇന്ദ്രയ്ക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ കയ്യിൽ ആദ്യമായിട്ടൊരു വണ്ടി തന്നത് ഇവനാ. ചില കാര്യങ്ങളിൽ ഇത്തിരി തകരാറാണെങ്കിലും അവനാളൊരു പാവ. അയാളല്ല പാവം, ഈ ആളാ. അല്ല, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. വിജയവാഡ നേരെ കൽക്കട്ടയ്ക്ക് പോ. പക്ഷെ കൽക്കട്ടയിൽ തിരിച്ച് നമുക്കൊരു ലോഡ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രം പോയാൽ മതി. ആ, അറിഞ്ഞിട്ട് വിളിക്ക്. ഗിരിയോടെ? ഗിരിയേട്ടൻ ലോഡ് പോയല്ലോ. ഏത് ലോഡ്? നമ്മുടെ ഉസ്മാൻ കൊണ്ടുപോകേണ്ട ലോഡാ. ഗിരിയേട്ടൻ കൊണ്ടുപോയി നാഗ്പൂർക്ക്. അത് ശരി. ദിവാരേട്ടനുണ്ടോ? ദിവാകരേട്ടൻ ചായ കുടിക്കാൻ പുറത്തു പോയി. വിജയനോ? വിജയ എന്താ? ആ വിജയ, കണക്കുകളൊക്കെ കൃത്യമായിട്ട് എടുത്ത് വെക്കണം. നാളെ വക്കീലിനെ ഏൽപ്പിക്കണ്ട. എന്താ? ഒന്നുമില്ല, ചന്ദ്രഗിരി കമ്പനി പിരിയാണ്. എന്താ പ്രശ്നം? പിരിയേണ്ടത് എന്നായാലും പിരിയണം. അയ്യോ, ഈ നായിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റു. മനുഷ്യനൊന്ന് പ്രേമിക്കാൻ സമയക്കില്ലെന്ന് വെച്ചാ എന്തിനാണ് ഇപ്പൊ കൊണ്ട് കെട്ടിയെടുത്തത്? എന്താടാ വായ വല്ല പഴം തിരികെ വെച്ചിട്ടുണ്ടോ? എന്താടാ വല്ല പ്രശ്നമുണ്ടോ? അത് ഹൈദരാബാദിന് പോയ നമ്മുടെ ലോറി പിടിച്ചോണ്ടായി. ആര്? നാഗ്പൂരിൽ ഒരു ഗോപാലിന്റെ ആളല്ല. ഗിരിയേട്ടനവിടെ പോയി ചീട്ട് കളിച്ച് തോറ്റു. ചീട്ട് എന്താണെന്നറിയാം. അവൻ എന്തിനാ ചീട്ട് കളിക്കാൻ പോയത്? എനിക്കറിയോ, 3 ലോറി പോയി. 3 ലോറി അവർ ആൾക്കാരെ എവിടെ നോക്കി പിടിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെ അറിഞ്ഞു? ആഫീസിൽ ഫോൺ വന്നാ. നീ എന്താ ചെയ്യാ? ചതിയാണിത്. ഇതിലെന്തോ ചതിയുണ്ട്. ആ ഗോപാലൻ കൊണ്ടേ കുടിക്കാതാവും. അവനിവിടെ ക്ഷണിക്കാൻ വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഈ മണ്ടം പോയി ചാടുവന്നു. എന്നിട്ട് ആ തെണ്ടി എവിടെ ഉണ്ട്? അവൻ വരും. സ്നേഹമുള്ളവനാ. വണ്ടികൾ പോയി എന്ന് പറഞ്ഞ അവൻ പോട്ടേന്ന് വെക്കും. പക്ഷെ ഞാനിവിടെ പെട്ട് കിടക്കാന്ന് പറഞ്ഞ അവൻ വരാണ്ടിരിക്കില്ല. ഗോപാല, നീ ഇവിടെ വന്ന് കള്ളക്കളി കളിക്കാന്ന് അവന് മനസ്സിലായ എന്നെ കൊല്ലവൻ. ഗിരി അത്ര മണ്ടനാ? ഫുൾ സെറ്റപ്പായിട്ടാ ഞാൻ വന്നേക്കണേ. വിളിച്ചാ വെളിപ്പുറത്തുണ്ട് ആളുകള്. ഗോപാൽജി ചീട്ടുകൊണ്ട് കളിക്കുമ്പോ ഞാൻ തല കൊണ്ട് കളിക്കും. അതിന് തല വേണ്ട കയ്യില്. എന്റെ തല എന്റെ തന്നെ ഉണ്ടാവും. ഈ തലയിലാ അവള് ചൂലുകൊണ്ട് അടിച്ചേ. അവൾ എന്നെ അവനെയും തമ്മിൽ തെറ്റിക്കും, അത് ഉറപ്പാ.
അപ്പൊ 3.5 ലോറിയും കൊണ്ട് ഞാൻ പിരിയണം. എനിക്ക് 7 ലോറി മാത്രം പോരാ, അവളെയും കൂടി വേണം. അതെന്റെ ഒരു ആശ മാത്രമല്ല, വാശിയ. ഞങ്ങൾ എന്ത് ചെയ്യും ചന്ദ്രേട്ടാ? 4-5 ആൾക്കാർ കത്തിയും കടാരും തോക്കായിട്ട് വന്ന് അവര് പറയണ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഇടിയാടെ ചന്ദ്ര, കൊല്ലടാ എന്നെ, കുത്തി കൊല്ലടാ. നിന്റെ കൈ കൊണ്ട് ചത്താ മതി എനിക്ക്. അത്രയ്ക്ക് ദ്രോഹമാണാ ഞാൻ ചെയ്തത്. നന്ദിയില്ലാതെ തെണ്ടി പട്ടിയാ ഞാൻ. എല്ലാം നശിപ്പിച്ചടാ. എന്നെ ഒന്ന് അടിക്കെങ്കിലും ചെയ്യടാ. എനിക്ക് കേക്കണ്ട. ചതിക്കാടാ നീ ചെയ്തത്. അതേടാ, ചതിയാടാ ഞാൻ ചെയ്തത്. അത്രയ്ക്ക് തന്നില്ലാത്തവനാണാ ഞാൻ. എടാ, അറിഞ്ഞോണ്ട് പെടുകയായിരുന്നില്ല നീ. ഒരു സെറ്റ് ഇപ്പോഴും കൃത്യമായിട്ട് ഒപ്പിക്കാൻ അറിയാത്ത നീ ഇത്രയും വലിയ കളി നടക്കുന്നിടത്ത് ഒന്ന് കളിക്കാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നത്. എനിക്കും മനസ്സിലാവുന്നടാ, പറ്റിപ്പോയടാ. ലോഡറക്കി മര്യാദക്ക് കിടന്നുറങ്ങി രാവിലത്തെ ട്രിപ്പ് പോയാ മതി. ഇതിവിടെ വന്ന് എന്തെങ്കിലും തിന്നും കുടിച്ച് പോവാന്ന് കരുതി. അപ്പോഴാ ഗോപാൽജിയെ കണ്ടത് ക്ലബില്. ചീട്ടി തൊടുന്ന കാര്യം ആലോചിച്ചിട്ട് പോലും ഇല്ല. പിന്നെ പിന്നെ നിൽക്കല്ലാണ്ട് കളിയുടെ ജ്വരം എനിക്കില്ലല്ലോ. ഒരു തമാശക്ക് കളിച്ചാളാ ഞാൻ. വെറും നമ്പറും മോഡലും പറഞ്ഞ് വാക്കല പറ്റ്. 24 മണിക്കൂർ കൊണ്ട് നമ്മുടെ 3 ലോറികള്. നീ ആരോടെ കളിച്ചത്? ഗോപാലിനോട്. അവനിപ്പോ എവിടെ ഉണ്ട്? ക്ലബിലുണ്ട്. ചതിയനാളാ, ചതിയൻ. എന്നെ കുഴി ചാടിച്ചതാ പന്നി. ഒരു അരക്കുപ്പി റമ്മ് കിട്ടോടാ. അരക്കുപ്പിയല്ല, എത്ര രൂപ വേണം നിനക്ക്? ചീട്ടുകളി നാശത്തിന്റെ കളിയാ. പക്ഷെ അതിലൊരു സത്യമുണ്ട്. കളിയിൽ സത്യക്കേട് കാണിച്ച കളി പിന്നെ ചീട്ടുണ്ടാവില്ല. ബിൽക്കുൽ. ഇതാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, മൾട്ടിനാഷണൽ കൊളാബറേഷൻ. കയ്യിൽ കായും ചങ്കൂറ്റും ഉള്ളവർ കളിച്ചാ മതി. 2001 മോഡൽ ടാറ്റ TN 47D 551 നാഷണൽ ഗവൺമെന്റ്. ചന്ദ്രഗിരി ലോറി ട്രാൻസ്പോർട്ട് TN 41J 887 टाटा नेशनल परमिट। रॉबर्ट बाजी लगाना यार। ये तो बड़ा गेम है, मैं नहीं खेल रहा। കൈ കാശിലെ എഴുന്നേറ്റ് പോടും. നീ ചീട്ട് തുറക്കടാ. ഒരു ലോറി കൂടി വെക്കുന്നു. TN 47E 3490 അശോക് ലേലൻ നാഷണൽ പെർമിറ്റ്. വയ്ക്കണ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വിട്ടു. എന്നാ പിടിക്കടാ. കളിക്കാൻ വന്ന ചീട്ട് കളിക്കാൻ വന്ന ഞങ്ങളല്ല മുതലാളി. മുടിഞ്ഞു പോകും. നീയല്ല, നിന്റെ മുതലാളി എന്നെ പോലെ മുടിഞ്ഞു പോകും. നീ പോടാ. हेलो चंद्रगिरी लोरी ट्रांसपोर्ट TN 1C 3210 अशोक लेलैंड. ഒരു സ്മോൾ. എന്താ ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. നിനക്കാ ടെൻഷൻ. നീ ധൈര്യമായിട്ട് കളിക്കടാ. ഞാൻ ഉണ്ടടാ പിന്നില്. ഇനി വണ്ടി വെക്കുന്നെങ്കിൽ സെയിൽ ലെറ്റർ വേണം. സെയിൽ ലെറ്റർ വേണം. സെയിൽ ലെറ്റർ റെഡിയാ. ആണാണ് നീ ഒന്ന് കൊണ്ടുപോയേ. ഒരു സെയിൽ ലെറ്റർ. തൊള്ള തുറക്കാണ്ട് ചീട്ടിടാൻ പറയടാ. കള്ള നായിന്റെ മോനെ വിടുവൊന്നില്ല നിന്നെ. നീ ചീട്ടിടാ മോനെ.